സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കസ്. അപ്പൊ എല്ലാവരും സുഖാന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസ് വീട്ടിലില്ല, സിജോയുടെ അമ്മ കയറിയിട്ടുണ്ട്. സിജോയുടെ അമ്മ കയറിയിട്ട് അവർ രണ്ടുപേരും കൂടെ പീപ്പിൾസ് റൂമിൽ നിന്ന് സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിൽ പറയാൻ വന്നിട്ടുള്ളത്. അതായത് സിജോയ്ക്ക് പുറത്ത് എങ്ങനെയാണ് താൻ കളിച്ചോണ്ടിരിക്കുന്നത്, പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അറിയണം എന്നൊരു ആഗ്രഹമുണ്ട്. അതിനായിട്ട് അമ്മേന്റെ അടുത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച് ബിഗ് ബോസ് പൊക്കി അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഗസ്റ്റിനോട് അല്ലെങ്കിൽ അവന്റെ അമ്മയോട് പറയാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നേരിട്ട് ചോദിക്കാണ്ട് ഒരു വ്യത്യസ്ത മോഡലിൽ ചോദിക്കുന്ന ഒരു രംഗമാണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. അത് ചോദിക്കുന്ന കാണാൻ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോ ചോദ്യം ഇങ്ങനെയാണ്. ആദ്യം, അമ്മേ, ഞാൻ കളിക്കുന്നത് എല്ലാവർക്കും പുറത്ത് ഇഷ്ടപ്പെടുന്നൊക്കെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അമ്മ പറയുന്നുണ്ട്, മോനെ നിന്റെ രണ്ടാം വരവൊക്കെ അല്ലേ, നീ കളിക്കുന്നത് പുറത്തുള്ള എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ അവിടെ അവസാനിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, എന്നെ ഇഷ്ടപ്പെടാത്തവർ അവിടെ കുറെ പേരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവന്റെ അമ്മ പറഞ്ഞൊരു കാര്യം, സിജോയുടെ അമ്മ പറഞ്ഞൊരു കാര്യം നല്ല രസകരമായിട്ട് അത് നല്ല പോലെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ എല്ലാ ഉത്തരം കിട്ടുന്നതായിരിക്കും. ഇങ്ങനെയാണ് സിജോയുടെ അമ്മ പറഞ്ഞത്, മോനെ ഈ ടാസ്ക് ഒന്നും ഉഴപ്പിക്കളയരുത്. ഇപ്പൊ നമ്മള് ഫിനാലെ അല്ലെങ്കിൽ ടോപ്പ് ഫൈവിലോട്ട് കയറാനുള്ള ടാസ്ക് ഒക്കെ അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്, ടിക്കറ്റ് ഫിനാലെ ടാസ്ക്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ആ ടാസ്ക് നല്ല എഫേർട്ട് ഇട്ട് കളിക്കുക. നമ്മുടെ ലക്ഷ്യം നിനക്കറിയാലോ മോനെ, ടോപ്പ് 5 അല്ല നമ്പർ 1 ആവാനെന്നാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് എഫേർട്ട് ഇട്ട് കളിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ സിജോയ്ക്ക് അപ്പൊ നമ്മള് ഈ ഗെയിം കളിച്ച് കയറിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ടോപ്പ് 5 കയറാൻ പോലും പറ്റില്ലേ, അത്രയും കുറവാണ് പുറത്ത് എന്റെ റീച്ച് എന്നോർത്ത് ഭയപ്പെടുന്ന സിജോ ആണ്. അപ്പൊ സിജോ ചോദിക്കുന്ന ഒരു കാര്യം, അപ്പൊ എനിക്ക് ഈ ഗെയിം കളിച്ച് ജയിച്ചില്ലെങ്കിൽ എനിക്ക് ടോപ്പ് 5 പോകാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവന്റെ അമ്മ പറയുന്ന, സിജോയുടെ അമ്മ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ല, നമ്മുടെ ലക്ഷ്യം നീ മറക്കരുത്, നമുക്ക് ടോപ്പ് 5 അല്ല കയറേണ്ടത്, ടോപ്പ് 1 ആവാനാണ് നമ്മൾ ബിഗ് ബോസ് വീട്ടിലോട് വന്നിട്ടുള്ളത്. നീ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് നിന്റെ പോയിന്റ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് എല്ലാവരോടും പറഞ്ഞ് നല്ല രീതിയിൽ ഒന്നും കൂടെ ആക്റ്റീവായിട്ട് കളിക്കാൻ ശ്രമിക്കുക, നമ്മുടെ ലക്ഷ്യം മറക്കല്ലേ മോനെ എന്നാണ് പറയുന്നത്. പിന്നെ നിന്നെ പുറത്തുള്ള എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്, ഇഷ്ടമാണ് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ഒരു ചെറിയ കൊച്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ കൊച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞ് നല്ല വൈബായിട്ട് പോകുന്നുണ്ട്. എന്തായാലും സിജോയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് സിജോ അല്ല ഒന്നാം സ്ഥാനത്ത് പുറത്ത് നിൽക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ബിഗ് ബോസ് അംഗങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടി വായിക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ജിൻഡോയ്ക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വോട്ടെന്ന് എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കിയതുകൊണ്ട് അത് ജാസ്മിൻ ഇന്നലെ രാത്രി വരെ പറയുന്നുണ്ടായിരുന്നു. ജിൻഡപ്പനെങ്ങാനുമാണ് ജയിക്കാൻ പോണേ ഉണ്ടെങ്കിലുണ്ടല്ലോ, എന്റെ ദൈവമേ, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആ രീതിയിലൊക്കെ ഒരു ഡയലോഗൊക്കെ ജാസ്മിൻ ഇതിൽ അടിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടവരുണ്ടെങ്കിൽ മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ ബിഗ് ബോസ് അപ്ഡേറ്റ്സിന് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ബൈ ബൈ.